ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ആ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്തു നോക്കാം. 2⁵ ഹോൾ റേസ് ടു 2 ഇൻറ്റു 7⁵3 ബൈ 8⁵3 ഇൻറ്റു 7. ഇവിടെ 2⁵5 ഹോൾ റേസ് ടു 2 എന്നത് a⁻m ഹോൾ റേസ് ടു n എന്ന ഫോമിലാണ്. ഇത് നമ്മൾ a⁻m n എന്ന് എഴുതാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇത് 2⁵5 ഇൻറ്റു 2 10 എന്ന് എഴുതാലോ, ഇൻറ്റു 7⁵3. അതുപോലെ തന്നെ നമുക്ക് 8⁵3 എന്നത് 2³ ഹോൾ ക്യൂബ് എന്ന് എഴുതാലോ. അതാവുമ്പോൾ ഇതേ ലോ തന്നെ യൂസ് ചെയ്തിട്ട് 2⁵3 ഇൻറ്റു 3 9, 2�9 ഇൻറ്റു 7, 2�10 ബൈ 2�9. ഇത് a⁻m ബൈ a⁻n എന്ന ഫോമിലാണ്. a⁻m മൈനസ് n എന്ന് എഴുതാം. അപ്പോൾ 2�10 മൈനസ് 9 ഇൻറ്റു 7⁵3 ബൈ 7ഉം നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 7⁵3 ഇതിൻ്റെ പവർ 1 ആയിരിക്കുമല്ലോ. 3 മൈനസ് 1. 2�10 മൈനസ് 9 ഈസ് 1 ഇൻറ്റു 7⁵3 മൈനസ് 1 ഈസ് 2. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 7⁵2 ഈസ് 49. 49 ഇൻറ്റു 2. 9 2s are 18, 8 here, 1 up, 4 2s are 8, 8 plus 1 is 9, 98. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു t⁻8 ബൈ 10⁻3 ഇൻറ്റു t⁻4. ഇവിടെ നമുക്ക് 25 5 സ്ക്വയർ എന്ന് എഴുതാം, ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു t⁻8 ബൈ 10³ എന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് 2 ഇൻറ്റു 5 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ അത് 2³ ഇൻറ്റു 5³ എന്നാവുമല്ലോ. 2³ ഇൻറ്റു 5³ ഇൻറ്റു t⁻4. ഇനി 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്നത് a⁻m ഇൻറ്റു a⁻n എന്ന ഫോമിലാണല്ലോ. അപ്പോൾ a⁻m പ്ലസ് n ആയിരിക്കും അല്ലേ. അതുപോലെ നമുക്ക് 5⁻2 പ്ലസ് 2 ദാറ്റ് ഈസ് 4 ഇൻറ്റു t⁻8 ബൈ 2⁻3 ഇൻറ്റു 5⁻3 ഇൻറ്റു t⁻4. അപ്പോൾ 5⁻4 ബൈ 5⁻3 a⁻m ബൈ a⁻n എന്ന ഫോമിലാണ്. a⁻m മൈനസ് n എന്ന് എഴുതാലോ. 5⁻4 മൈനസ് 3 ഈസ് 1 ഇൻറ്റു t⁻8 ബൈ t⁻4ഉം ഇതേ ഫോമിൽ തന്നെയാണുള്ളത്. അപ്പോൾ t⁻8 മൈനസ് 4 ഈക്വൽസ് ടു 4 ബൈ 2⁻3. 5 t⁻4 ബൈ 2⁻3 8 ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ. 5 ബൈ 8 t⁻4. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 3⁵5 ഇൻറ്റു 10⁵5 ഇൻറ്റു 25 ബൈ 5�7 ഇൻറ്റു 6⁵5. ഇവിടെ നമുക്ക് 10⁵5 ഈക്വൽസ് ടു 2 ഇൻറ്റു 5 ഹോൾ റേസ് ടു 5 ഈക്വൽസ് ടു 2⁵5 ഇൻറ്റു 5⁵5 എന്ന് എഴുതാം. അതുപോലെ 25 എന്നത് 5 സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ 6⁵5 എന്നത് 2 ഇൻറ്റു 3 ഹോൾ റേസ് ടു 5 ആണ്. അത് നമുക്ക് 2⁵5 ഇൻറ്റു 3⁵5 എന്ന് എഴുതാം. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3⁵5 ഇൻറ്റു 10⁵5 എന്നതിന് പകരം ഇതാണ് എഴുതുന്നത്. 2⁵5 ഇൻറ്റു 5⁵5 ഇൻറ്റു 25 എന്നതിന് പകരം നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 5�7 ഇൻറ്റു 6⁵5 എന്നതിന് പകരം 2⁵5 ഇൻറ്റു 3⁵5 എന്ന് എഴുതാം. 3⁵5 ഇൻറ്റു 2⁵5 ഇൻറ്റു ഇവിടെ 5⁵5 ഇൻറ്റു 5⁵2 രണ്ടും സെയിം ബേസ് ആണ്, പവറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ a⁻m ഇൻറ്റു a⁻n ഈക്വൽസ് ടു a⁻m പ്ലസ് n എന്ന ലോ യൂസ് ചെയ്യാം. അപ്പോൾ 5⁵5 പ്ലസ് 2 ദാറ്റ് ഈസ് 5�7 ബൈ
ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം നമുക്ക്. 3⁵ ഇൻറ്റു 2⁵ ഇൻറ്റു 5�7. നമ്മൾ എക്സ്പൊണൻഷ്യൽ ലോസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് എഴുതരുത്. ഇവിടെ നമുക്ക് a⁻m by a⁻n ഈക്വൽസ് ടു a⁻m-n എന്ന ലോ യൂസ് ചെയ്യാം. 3⁵ -5 ഇൻറ്റു 2⁵ -5 ഇൻറ്റു 5�7 -7. 3⁵ -5 is 3⁵0 ഇൻറ്റു 2⁵ -5 2⁵0 ഇൻറ്റു 5�7 -7 is 5�0. ഇവിടെ നമുക്ക് a⁻0 ഈക്വൽസ് ടു 1 എന്ന ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് നമ്പറിൻ്റെ പവർ 0 ആയിട്ട് വന്നാലും അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 3⁵0 ഈസ് 1 ഇൻറ്റു 2⁵0 ഈസ് 1 ഇൻറ്റു 5�0 ഈസ് ഓൾസോ 1. 1 ഇൻറ്റു 1 ഈസ് 1, 1 ഇൻറ്റു 1 ഈസ് 1. അവർ ആൻസർ ഈസ് 1. എല്ലാവർക്കും ചെയ്തതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷൻ വീഡിയോസുമായിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇൻട്രഡക്ഷൻ വീഡിയോയും എക്സാമ്പിൾ സൊല്യൂഷൻസും ഇതിനു മുന്നുള്ള എക്സസൈസ് സൊല്യൂഷൻസും ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കാണണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.